ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. നമ്മൾ സാധാരണ തക്കാളിയും സവാളയൊക്കെ ചേർത്ത് തേങ്ങ ചേർത്ത് അങ്ങനെ ഒഴിച്ചുകറി ഉണ്ടാക്കാറുണ്ട്. ഇത് വെണ്ടക്കയും തക്കാളിയും ചേർത്തിട്ടാണ് ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത്. ചോറിൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമ്മൾക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വെണ്ടക്ക കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെതാ ഞാൻ 250 ഗ്രാം വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 13 വെണ്ടക്ക ഉണ്ട്. നല്ല ഇളയ വെണ്ടക്ക തന്നെ നോക്കിയെടുക്കണേ. മൂത്ത വെണ്ടക്ക ആകുമ്പോൾ പിന്നെ അത് നമുക്ക് കടിക്കുമ്പോഴൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇളയ വെണ്ടക്ക തന്നെ എടുക്കണം. അപ്പോൾ നമ്മളെ കറി ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു തക്കാളി എടുക്കണുള്ളൂ. 2 തക്കാളിയും വലിയ തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളി മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. പച്ചക്കറി എല്ലാം എടുക്കുമ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണം നല്ല പോലെ തന്നെ കഴുകിയെടുക്കാൻ. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇതാ വെണ്ടക്ക ഞാൻ വെണ്ടക്കേൻ്റെ 2 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഇതാ വെണ്ടക്ക കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ചെറുതുമല്ല നല്ല വലുതുമല്ല. ഈ ഒരു വലുപ്പത്തിൽ വേണം വെണ്ടക്ക നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു ടൈമിൽ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല ഈസി ടേസ്റ്റി റെസിപ്പികൾ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാ വെണ്ടയ്ക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ തന്നെ എല്ലതും കട്ട് ചെയ്തെടുക്കുക. തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. വലിയ തക്കാളി കാരണം ഞാൻ ഒന്നെടുത്തത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുത്തോളൂ. അപ്പോൾ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗവിൽ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഒരു ചെറിയ പീസ് മാത്രം മതി. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു 5-8 അല്ലി വെളുത്തുള്ളി കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നിനി നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുവോളം നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾക്കിത് നല്ലപോലെ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. സവാള നല്ല പോലെ വഴന്ന് കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് പോയി ഒന്നുകൊണ്ട് വാടി കിട്ടിയാൽ മതി. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് സവാളയിൽ ഒന്ന് പെട്ടെന്നൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇതാ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറി ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വെണ്ടക്ക കറി, വെണ്ടക്ക തക്കാളി കറി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ 2 ദിവസം ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിലും ഒരു കേടും വരില്ല കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ സവാള ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് വാടി വരട്ടെ. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ആ സവാളയിൽ നിന്നൊക്കെയുള്ള തക്കാളിയിൽ നിന്നൊക്കെയുള്ള വെള്ളം തന്നെ ഇതിലുണ്ടാകും. അതിൽ കിടന്നിട്ട് തന്നെ ഇത് ഇതാ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ, വെണ്ടക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെണ്ടക്ക ഈ തക്കാളിയിലും സവാളയിലൊക്കെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ആ ഒരു പശപ്പൊക്കെ ഉണ്ടാവുമല്ലോ വെണ്ടക്കേൻ്റെ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ്. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വെണ്ടക്ക ഒന്ന് നല്ല പോലെ തന്നെ വെന്ത് വരണം. ഒരു 2 മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. ആ അരപ്പൊന്ന് നമ്മൾക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. സവാളൻ്റെ ആ ഒരു വെള്ളം ഒക്കെ ഉണ്ടാവും, അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു വെള്ളമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒട്ടും അടി പിടിക്കൊന്നുമില്ല. ഇടയ്ക്ക് നമ്മൾ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കും. 2 മിനിറ്റ് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കണം. ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ അതാ ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനിതാ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്.
2 വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഈ മുളക് ഞാനൊന്ന് വറുത്തെടുത്തതാണ്. കുറച്ചൊരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. ഇത് അതിലേക്ക് തൈര് വേണം. അപ്പോൾ ഈ ഒരു തൈരിലാണ് നമ്മൾ ഈ തേങ്ങയും ഈ മുളകും ഇതൊക്കെ കൂടി നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ എരിവിന് പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു വറ്റൽമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുള്ളൂ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഒക്കെ അരച്ച് വന്നപ്പോഴേക്കും ഇതാ നമ്മളെ വെണ്ടയ്ക്ക ഇവിടെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾക്കൊന്നും കൂടി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ ഇതിൽ വേറെ കറി ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നമ്മൾക്ക് തേങ്ങ ഒന്നും അരക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമ്മൾക്കിത് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ തേങ്ങ അരച്ചത് കൂടി ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ച കാരണം തൈര് കുറച്ച് പുളിയുള്ള തൈരാണ് ആയതുകൊണ്ട് ഞാൻ അത്രയും കുറച്ച് പുളി എടുത്തിട്ടുള്ളത്. പുളി ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് തോനെടുക്കാം, പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് എത്ര ഇതിലേക്ക് വെള്ളം വേണം അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എത്ര ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തർക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളത് ഉണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതാ മിക്സ് ചെയ്യാം. ഇനി ഈ കറി നല്ലപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് ഞാൻ ഇതൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു അടച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ അടപ്പ് തുറന്നപ്പോൾ ഇതാ നല്ല പോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കറിക്ക്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, മാഷാ അല്ലാഹ് സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു വെണ്ടയ്ക്ക തക്കാളി കറി തേങ്ങ അരച്ചത്. ഈ ഒരു നാടൻ കറിയാണ് ഇത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ അല്ലേ. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിന് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾക്കൊന്ന് ചെയ്യാം. അതിനിതാ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള നമ്മളെ നാടൻ കറികൾക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളിയാണ്, ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറട്ടെ. എന്നിട്ട് അതിന് ശേഷം നമ്മളെ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒട്ടും അതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ അപ്പോൾ തന്നെ നമ്മൾ എല്ലാ കറിയാണെങ്കിലും അങ്ങനെ വറവിട്ട പാട് നമ്മൾ അപ്പം തന്നെ അത് അടച്ച് വെക്കണേ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കാൻ പാടുള്ളൂ. എന്താണെന്നോ ഈ ഒരു വറവിട്ടതിൻ്റെ ആ ഒരു താളിപ്പിൻ്റെ ആ ഒരു ഉള്ളി കടുക് ഇതൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മളെ കറിയിലേക്ക് പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അടച്ച് വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ വെണ്ടക്ക തക്കാളി കറി ഇവിടെ മസാല സൂപ്പർ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.